ഓ, മാളിന്റെ അച്ഛനല്ല കിടന്ന് വിളിക്കണത്. എനിക്കിത് എന്തിದ್ದೇന് ഉച്ച മുതൽ കിടന്നുള്ള വിളിയാണ്. ഛേ, കോൾ കട്ട് ചെയ്താലും മനസ്സിലായിക്കൂടിയാക്കി വിളിക്കണത് ഇഷ്ടമല്ലാണ്ടാണ്. മോളോട് സംസാരിക്കാണെന്നൊരു മോളുടെ ഫോണിൽ വിളിക്കണം. ഇവിടെ എന്നല്ല വിളിക്കണ്ടത്. പറഞ്ഞിട്ടുള്ളൂ കാര്യം. മാളേ, മാളോ, എന്താണ് വിളിച്ചത്? നിന്റെ അച്ഛനെ എന്തിനാണ് എന്നെ കിടന്ന് വിളിക്കണത്? ഉച്ച മുതലുള്ള വിളിയാണ്. എത്ര പ്രാവശ്യം ഞാൻ കോള് കട്ട് ചെയ്തെന്ന്. കോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൂടെ മനുഷ്യൻ തിരക്കിലാണ്, അല്ലെങ്കിൽ വിളിക്കുന്നത് ഇഷ്ടമല്ലാണ്ടാണെന്ന്. പിന്നെയും കിടന്ന് വിളിക്കും. ഇപ്പൊ വന്ന വഴിക്കും കിടന്ന് വിളിക്കുന്നത്. നിന്നോട് സംസാരിക്കണമെങ്കിൽ നിന്റെ ഫോണിൽ വിളിക്കാൻ പറഞ്ഞു എന്റെ അച്ഛനെടുത്ത്, അല്ലാണ്ട് നിന്റെ ഫോണല്ല വിളിക്കണത്. അതുപോലെ അച്ഛൻ വിളിച്ചത് ചേട്ടനോട് സംസാരിക്കാനാണ്. എന്നെ അച്ഛൻ രാവിലെ വിളിച്ചതാണ്. ഓ, അങ്ങനെയൊക്കെ എന്തിനാണ് എനിക്ക് ഇത്ര പേർക്ക് പറയാനുള്ളത്? നിനക്കറിയാല നിന്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. അപ്പൊ നിനക്ക് കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വെച്ചാ പോരെ. എന്നീക്കളും വിളിപ്പിക്കണം എന്തിനാണ്? അത് വേറൊന്നല്ലേട്ടാ, ഓണമല്ല വന്നത്. അപ്പൊ അച്ഛൻ വിളിച്ചതാണ് ഓണോട്ട് നേരത്തെ ചെല്ലാൻ വേണ്ടി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചേട്ടനെ കൂടി വിളിച്ചു പറയാനായിട്ട്. അതിനാണ് അച്ഛൻ വിളിച്ചത്. കഴിഞ്ഞ ഓണത്തിന് അച്ഛൻ എന്നെ വിളിച്ചല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ടും ചേട്ടൻ എന്റെ വീട്ടിലേക്ക് വന്നും കൂടി ഇല്ലല്ല. വീടിന്റെ ആ ഗേറ്റിന്റെ അവിടെ എന്നെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോവുകയില്ല ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് ഇതോട് ചേട്ടനോട് കൂടി പറയാനായിട്ട്. അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ എന്നെ വിളിച്ചത്. ഓ, ഓണത്തിന് കെട്ടിയെടുക്കണ കാര്യം പറയാനാണ്. ഇനി ഓണമായിട്ട് നല്ലൊരു ദിവസമായിട്ട് നിന്റെ വീട്ടിലോട്ട് പോല നരകത്തിലേക്ക്. നിന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്ക് രാവിലെ ഒന്നും വരൂലെന്ന്. രാവിലെ എന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഓണസദ്യം കഴിച്ചിട്ട് ഉച്ചക്ക് ശേഷം നിന്റെ വീട്ടിൽ പോകും. അതിന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തിരിച്ചും പോരും കേട്ടാ. എനിക്കൊന്നും പറ്റില്ല അവിടെ ഇരിക്കാനായിട്ട്.